ഒരിക്കൽ മാത്രം കാണാവുന്ന ആകാശത്തെ അത്ഭുത കാഴ്ച. നോവ സ്ഫോടനം ഉടൻ സംഭവിക്കും. എന്താണ് നോവ സ്ഫോടനം? രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുള്ള ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ നക്ഷത്രങ്ങളിൽ ഒന്ന് പൊട്ടി വീഴുമോ എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. ഇതുവരെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് നേരിട്ടു കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ലെങ്കിലും അങ്ങനെയൊന്ന് നമ്മുടെ ആയുസ്സിൽ തന്നെ സംഭവിക്കാനുള്ള അസുലഭാവസരമാണ് വരുന്നത്. 2024 സെപ്റ്റംബറിന് മുമ്പായി എപ്പോൾ വേണമെങ്കിലും ആകാശത്ത് ഒരു നക്ഷത്രത്തിന്റെ പൊട്ടിത്തെറി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുമെന്നാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത്. ഏതൊരു നക്ഷത്രത്തിന്റെയും ഊർജ സ്രോതസ് അതിന്റെ ഏറ്റവും ഉൾഭാഗമായ കോറിൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷനാണ്. വിചിത്രമായ പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ നക്ഷത്രങ്ങളും കടന്നു പോകുന്നത്. നമ്മുടെ സൂര്യന്റെ കാര്യം തന്നെ എടുക്കാം. ഏകദേശം 14 ലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള ശരാശരി നക്ഷത്രമാണ് സൂര്യൻ. ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സൂര്യന്റെ കോർ 3 ലക്ഷം കിലോമീറ്റർ മാത്രമാണ്. സൂര്യന്റെ ഇന്ധനം കത്തിത്തീരാറാവുമ്പോൾ പുറം ഭാഗത്തെ പാളികൾ വലിയ തോതിൽ വികസിക്കും. പുറം പാളികൾ വികസിച്ച് ഏകദേശം ഭൂമിയുടെ ഭ്രമണപഥത്തോളം എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടെ സൂര്യൻ ഒരു ചുവപ്പു ഭീമനായി മാറും. അതിന് കുറഞ്ഞത് 500 കോടി വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് കരുതപ്പെടുന്നു. ചുവപ്പ് ഭീമനായി ഇന്ധനം മുഴുവൻ കത്തിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ അകക്കാമ്പു മാത്രമാണ് ബാക്കിയാവുക. അകക്കാമ്പു മാത്രമായി ചുരുങ്ങുന്നതോടെ സൂര്യൻ ഒരു വെള്ളക്കുള്ളനായി മാറും. അപ്പോൾ സൂര്യന് വെറും 12,000 കിലോമീറ്റർ മാത്രമാവും വ്യാസം. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറോ തമോ ഗർത്തമോ ആയി മാറുക. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്നത് എന്നാണ് നാസ തന്നെ ഈ നക്ഷത്ര പൊട്ടിത്തെറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 3000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ടി കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇരട്ട നക്ഷത്ര സിസ്റ്റത്തിലാണ് അത് നടക്കുക. നമ്മുടെ സൂര്യൻ ഒറ്റയ്ക്കാണെങ്കിലും പ്രപഞ്ചത്തിലെ പല നക്ഷത്രങ്ങൾക്കും കൂട്ടായി ഇരട്ട നക്ഷത്രങ്ങളുണ്ട്. പരസ്പരം ഗുരുത്വബലത്താൽ ബന്ധിക്കപ്പെട്ട് ഭ്രമണം ചെയ്യുന്നവയാണ് ഈ ഇരട്ട നക്ഷത്രങ്ങൾ. ഇതിൽ ഒരു നക്ഷത്രം ഭൂമിയോളം വലിപ്പമുള്ള വെള്ളക്കുള്ളനാണ്. മറ്റൊന്ന് സൂര്യനോളം വലിപ്പമുള്ള ചുവപ്പു ഭീമൻ നക്ഷത്രവും. വെള്ളക്കുള്ളന്മാരുടെ ഗുരുത്വബലം കൂടുമെങ്കിലും അവയോട് വളരെ അടുത്തു മാത്രമേ അത് അനുഭവപ്പെടുകയുള്ളൂ. ചുവപ്പു ഭീമന്റെ പുറത്തെ പാളി വെള്ളക്കുള്ളന്റെ ഏറ്റവും അടുത്തേക്ക് എത്തുമ്പോൾ പുറം പാളിയിലെ ഹൈഡ്രജൻ അടക്കമുള്ള പദാർത്ഥങ്ങളെ വെള്ളക്കുള്ളൻ വലിച്ചെടുക്കും. ഈ ഹൈഡ്രജൻ വെള്ളക്കുള്ളന് ചുറ്റും ഒരു അന്തരീക്ഷമുണ്ടാക്കുകയും ഇത് ചൂടുപിടിക്കുന്നതോടെ ഹൈഡ്രജൻ ഫ്യൂഷൻ സംഭവിച്ച് പൊട്ടിത്തെറിയിൽ അവസാനിക്കുകയും ചെയ്യും. നോവ പൊട്ടിത്തെറിയിൽ ഹൈഡ്രജൻ അന്തരീക്ഷം മാത്രമാണ് ചിതറിപ്പോകുന്നത്. വെള്ളക്കുള്ളന് കാര്യമായി പരിക്കേൽക്കുന്നില്ല. വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ ചുവപ്പ് ഭീമൻ നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നത് വെള്ളക്കുള്ളൻ തുടരും. ഇതോടെ 80 വർഷത്തിന്റെ കൃത്യമായ ഇടവേളയിൽ പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യുന്നു. നക്ഷത്ര സ്ഫോടനം കേരളത്തിലും കാണാം. 1866 കൊറോണ ബോറിയാലിസിലെ ആ ഇരട്ട നക്ഷത്രങ്ങൾക്കിടയിലുണ്ടാവുന്ന നോവ പൊട്ടിത്തെറി ആദ്യം ശ്രദ്ധിക്കുന്നത്. 1946 വീണ്ടും പൊട്ടിത്തെറിച്ചു. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ പൊട്ടിത്തെറി സംഭവിക്കും. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സെപ്റ്റംബറിനുള്ളിൽ നമുക്കെല്ലാം കാണാവുന്ന ആ പൊട്ടിത്തെറി സംഭവിക്കുക തന്നെ ചെയ്യും. ശാസ്ത്ര സമൂഹത്തിന് പരമാവധി വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഭാവിയിലേക്ക് ഉപകാരപ്പെടുത്താനുള്ള അസുലഭ അവസരം കൂടിയാണിത്. കേരളത്തിൽ നിന്നും നോക്കുകയാണെങ്കിൽ വടക്കു ദിശയിലാണ് കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹമുള്ളത്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഈ നക്ഷത്ര സമൂഹത്തെ ഇപ്പോഴും കാണാനാകും. നെറ്റ് സ്കൈ ആപ്പുകൾ ഉപയോഗിച്ചാൽ എളുപ്പം ഇതിന്റെ സ്ഥാനം കണ്ടെത്താനാകും. നോവ പൊട്ടിത്തെറി നടക്കുമ്പോൾ പുതിയൊരു നക്ഷത്രം കൊറോണ ബോറിയാലിസിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചയോളം പുതിയൊരു നക്ഷത്രത്തിന്റെ രൂപത്തിൽ
ആകാശത്തെ ഈ നക്ഷത്ര പൊട്ടിത്തെറി നമുക്ക് കാണാനാകും.